തുടരും. A movie directed by Tarun Murthy, script എഴുതിയിട്ടുള്ളത് KR Sunil, മ്യൂസിക്കും ഒറിജിനൽ സ്കോറും ചെയ്തിട്ടുള്ളത് ജേക്സ് ബിജോയ്. Yes. Hey everyone, welcome back to our YouTube channel. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ തുടരും. ലാലേട്ടൻ ഇവിടെ തന്നെ തുടരും. അടിപൊളി പടമാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ അടുത്തൊന്നും നമ്മൾ ലാലേട്ടൻ അങ്ങനെ കണ്ടിട്ടില്ല. നല്ല ഭയങ്കര ഗ്രേസ് ഉള്ള, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലാലേട്ടനല്ലേ. നമുക്കൊരു ഫാമിലി മാനൊക്കെ, അതെ, ഒരു ഫാമിലി മാനൊക്കെ ആയിട്ട് പുള്ളീനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലാലേട്ടനെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ആളുടെ പഴയ സിനിമകൾ ഓപ്പറേഷൻ ജാവ ആണെങ്കിലും സൗദി വെല്ലൊക്കെ ആണെങ്കിലും അതിൽ ചെയ്ത പോലെ തന്നെ ഒരു പടി നിന്നിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അതെ, എല്ലാവരും നന്നായി ചെയ്യുന്നു. ഇപ്പൊ മ്യൂസിക് ആണെങ്കിലും അതെ, അതിന് ആപ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഓരോ സീൻസിലും നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് അതെല്ലാം ആപ്റ്റാണ്. അതിന്റെ ക്യാരക്ടേഴ്സ്, അവര് കുട്ടികളായിട്ട് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി, അത് പുതിയ ആളാണ് തോന്നുന്നുണ്ട്. മോൻ നമുക്ക് പഴയ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്, ആനന്ദം ഫിലിമിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. എല്ലാവരും ടോപ്പ് നോച്ച് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടത് ശോഭന മാമിനെ കുറിച്ചാണ്. ഒരുമിച്ച് ഒരു 16 years ആയി. 2009 സാഗറിലേശിയൊക്കെയാണ് അവർ തമ്മിൽ പേരായിരുന്നില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് മിസ് ചെയ്തിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പം മീന മാമും അതേപോലെ ലാലേട്ടൻ, ശോഭന മാം, ലാലേട്ടൻ, നല്ല എവർഗ്രീൻ കോംബോ എന്ന് പറയില്ലേ. അവരുടേതായിട്ടുള്ള ചില സീൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മൈൻഡിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും. നമ്മൾ അറിയാതെ തന്നെ ചിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ സീൻസ്. പിന്നെ അതിനെല്ലാം ഉള്ള ലാലേട്ടന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു ഗ്രേസ് ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഥ കയറുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ ഡിസ്റ്റർബ്, നമ്മളുള്ളില് എന്തോ ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ട്, സംതിങ് റോങ് എന്നുള്ള ഒരു സാധനം ഇങ്ങനെ വരും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സെക്കൻഡ് ഗിയറിലേക്ക് മാറി വേറെ രീതിയിലേക്ക് പോവാണ്. ഇവര് പറയുന്നത് ദൃശ്യം മോഡൽ എന്നല്ല, കുറെ സീൻസ് ഒക്കെ, ചില സീൻസ് ഒക്കെ നമുക്ക് ദൃശ്യമായിട്ട് ചില ഒരു സിമിലാരിറ്റി തോന്നും. പക്ഷെ അതല്ലാതെ യാതൊരു അങ്ങനെയൊന്നുമില്ല. അതെ, നിങ്ങളിങ്ങനെ റിവ്യൂസ് ഒക്കെ കണ്ട് കമന്റ്സ് ഒക്കെ കണ്ട് അയ്യോ പോണോ എന്തായാലും ഗോ ഫോർ ഇറ്റ്. നമ്മളിപ്പോ വെക്കേഷൻ ആണ്, കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് പോകാം. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് നമ്മൾ പറയില്ല. അതിപ്പോ തരുൺ മൂർത്തി ആണെങ്കിലും ഇന്റർവ്യൂസിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഫീൽ ഗുഡ് മൂവി അല്ല എന്നാണ് പറയുന്നത്. ഡബ് ചെയ്തിട്ടുള്ളതൊക്കെ അവരവർ തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഭാഗ്യലക്ഷ്മി തന്നെയല്ല ചെയ്തിരുന്നത്. ഫിലിം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ്സിൽ പറയൂ. ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ and like, share and comment. Okay. Bye bye.